ഹേ ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാ പോകണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് എറണാകുളം പോവാണ്. വേറൊന്നിനുമല്ല, എന്റെ സിസ്റ്ററിന്റെ സേവ് ദ ഡേറ്റ്. ഇതിപ്പോ എനിക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. സേവ് ദ ഡേറ്റ് ആട്ടോ, ഇന്നല്ല നാളെയാണ്. അപ്പൊ അവിടെ ചെക്കൻ വന്നിട്ടുണ്ട്. പുള്ളി കാലിക്കട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. അവനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ഓക്കെ, 9:15 എത്തും. ഞങ്ങളും 8 മണിക്ക് തന്നെ എത്താനുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷേ 7:05 ട്രെയിൻ മിസ്സായി ഗൈസ്. ഈ 7:45 പറയുന്നത്. മിക്കവാറും 8 മണിക്കായിരിക്കും ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കാത്തുകൊണ്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളത്ത് തന്നെ ആയിരിക്കും സ്റ്റേയും കാര്യങ്ങളൊക്കെ. നാളെയാണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാൻ പോണത്. ഞങ്ങൾ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതിനൊപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് പോകാം. വളരെ സന്തോഷം കണ്ടോ? കല്യാണം കഴിക്കുമ്പോൾ സന്തോഷം ഗൈസ്. അങ്ങനെ എന്താ ഞങ്ങളുടെ ട്രെയിൻ വന്നു. വിചാരിച്ച പോലെ തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല അവിടെ വരെ നിന്ന് പോകേണ്ടേ കൂടി വന്നു കേട്ടോ. ഒത്തിരി ലേറ്റ് ആയി. ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ. ഇപ്പൊ ലാസ്റ്റത്തെ ഇല്ല, ഞങ്ങൾ കേറാൻ പോണം കേട്ടോ. റെയിൽവേ തന്നെ മഷു പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഓനും ലേറ്റായി, ഞങ്ങൾ എല്ലാവരും ലേറ്റായി. ഇതിന്റെ കൂടെ മഴയും. പിന്നൊന്നും പറയണ്ട, അവസാനം ലാസ്റ്റത്തെ മെട്രോയിൽ കയറാൻ വേണ്ടി ഞങ്ങൾ നിൽക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി നേരെ ലുലുലെത്തി. അത് അവിടെ നമ്മുടെ മഷിക്കുട്ടൻ നിപ്പുണ്ട്. നിൽക്കാന് ശേഷം ഇന്നാണ് അവർ നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ സ്നേഹ പ്രകടനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കെട്ടിയോനെ ഒന്ന് സുന്ദരനാക്കി കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല വിശന്നിട്ടാണ് നേരെ നമ്മൾ ലുലുവിന്റെ ഫുഡ് കോർട്ടിലേക്ക് കയറി. ഷാബി മഷൂന് എന്തൊക്കെയോ ഓർഡർ ആക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വന്ന് ഞങ്ങൾ കഴിച്ചെങ്കിലും നമുക്ക് ഫുഡൊന്നും ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്താ പോകുന്ന വഴിക്ക് നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്നിവിടെയാണ് സ്റ്റേ എന്നുള്ളത്. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഷാബി എന്നെ കളിയാക്കുന്നുണ്ട്. എന്തിനാന്നല്ലേ, തീരെ വയ്യെങ്കിലും വീഡിയോ എടുക്കാൻ ഒരു കുഴപ്പമില്ലെന്ന്. അല്ല, നിങ്ങളെല്ലാം ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ പിടിച്ചിട്ട് പിറ്റേ ദിവസം ഇവള് വരും, എടി ആ വീഡിയോ എനിക്ക് തന്നെ. ഞാൻ എന്ത് ചെയ്യും, ഒരു പാവമായതുകൊണ്ട് അതൊക്കെ കൊടുക്കുന്നിട്ട് അവൾ അവളുടെ ചാനൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യും. എന്താ ചെയ്യാല്ലേ. അങ്ങനെ അവര് രണ്ടുപേരും അവരുടെ റൂമിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നാളെ മോർണിംഗ് ആണ് നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, എന്നെയും കളിയാക്കും. ആ പാവടിച്ച ചെറുക്കനെയും വരട്ടും. കാറിൽ കയറിയാലോ അവിടെ അവന് സൗകര്യം കൊടുക്കില്ല. അപ്പൊ ഇവളെ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കമന്റിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ഫുഡ് ശരിയല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഫുഡ് കോർട്ടിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഷാബിയുടെ ഫ്രണ്ടായ ബില്ലു, അതായത് നമ്മുടെ ക്യാമറാമാൻ, അവരും ഫ്രണ്ട്സും എല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെ വേഗം ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഫോട്ടോ വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ബില്ലും ഫ്രണ്ട്സും ഒക്കെ. ഈ ഒരു സേവ് ദ ഡേറ്റിന്റെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ടച്ചിലാണ് നമ്മൾ കണക്ട് ആക്കുന്നത്. ആ ഒരു രീതിയിലാണ് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. കുറെ പേര് ഈ ഒരു വീഡിയോയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എന്റെ വീഡിയോസിൽ ഷോർട്സിൽ ഇതിന്റെ ഫുൾ ഔട്ട്പുട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് സേവ് ദ ഡേറ്റിന്റെ. അത് നിങ്ങൾ എന്തായാലും പോയി കാണാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എടുത്ത് പറയാനായിട്ടൊന്നും ഇതിലില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് പിൻട്രസ്റ്റിൽ കയറിയിട്ട് ഇതേപോലത്തെ ഒരു ടച്ചിൽ വരുന്ന കുറച്ച് വീഡിയോസ് പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കണക്ട് ആക്കിയിട്ട് ഒരു തീം നമ്മൾ ക്രിയേറ്റ് ചെയ്യായിരുന്നു. പിന്നെ അതേപോലത്തെ ഒരു പ്ലേസ് ഒക്കെ ഇപ്പൊ കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒരു ഫോട്ടോ വെച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരും അത് തന്നെ കേട്ടോ പറഞ്ഞു. അങ്ങനെ എന്താ ഞങ്ങളുടെ ഷൂട്ടിന്റെ ലാസ്റ്റ് ഫൈനൽ ആണിത്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ തലേന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്നെ വധുവാക്കാനാണ് കേട്ടോ. വിശാല ഞാനൊരു വധു ആവുമല്ലേ, ഉടനെ ആവുന്നതായിരിക്കും. വീഡിയോ തുടങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയ വിശപ്പ് അവന്. മറ്റേ ഉപ്പിലിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ പാനിപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉപ്പിലിട്ടത് കിട്ടാത്തത് കൊണ്ടാണ് പുള്ളിക്കാരൻ പാനിപ്പൂരിയിൽ ഒതുങ്ങി നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾ എല്ലാവരും നല്ല ടയർഡാണ്. കാരണം ഒരു പ്ലേസിൽ തന്നെ നിന്നല്ല നമ്മൾ ഓരോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഒത്തിരി നടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ. അത് മാത്രമല്ല ഞാനും പക്ക പോസ്റ്റ് ആയിരുന്നു. എന്തായാലും വന്ന കാര്യം അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ വിചാരിച്ചതിൽ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല പുള്ളിക്കാരൻ തേടിയ ഉപ്പിലിട്ട സാധനവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉച്ചക്കത്തെ ഫുഡിന്റെ ടൈം എല്ലാം കഴിഞ്ഞു. എന്നാലും നമുക്ക് ചോറിനാതിരിക്കാൻ പറ്റൂലല്ലോ. പ്രത്യേകിച്ച് മഷു എടുത്തു പറഞ്ഞ ഫിഷിന്റെ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മറീന റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ട് കഴിച്ചു. കാരണം ഞാൻ ഫിഷ് ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഞാൻ എന്താ ചോറും പച്ചക്കറി കൂട്ടാനൊക്കെ കൂട്ടി നല്ലോണം കൊണ്ട് കഴിച്ചു കേട്ടോ.
ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി വരുമ്പോൾ താഴെ തന്നെ എന്താ പറയാ ഉപ്പിലിട്ട ഐറ്റംസ് വീണ്ടും അവന്റെ കണ്ണിൽ പെട്ടിട്ടോ. അങ്ങനെ അവനും അവളുടെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കഴിക്കുകയാണ്. ഇനി അതല്ല, ഇനി ഇവർക്കും പോകേണ്ട സമയമായിട്ടുണ്ട്. നമ്മളിപ്പോ ഫോർട്ട് കൊച്ചിയിലുള്ളത്, നമുക്കിവിടെ എന്തൊക്കെയുള്ളത് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകും. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ വൈൻഡപ്പ് പറയാനാണ് പുള്ളിയോട് പറഞ്ഞത്, പക്ഷെ അവൻ പറഞ്ഞ എന്താ കാഴ്ചകൾ കാണുന്നത്. എന്തായാലും അങ്ങനെ വൈൻഡപ്പ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതേണ്ടി നേരെ പോവാണ്. ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ടായിരുന്നു പ്ലാൻ. പക്ഷെ ഇത്രയും ടൈം ഷൂട്ടിന് എടുക്കും നമ്മൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അതുകൊണ്ട് എന്താ നാളത്തേക്കും ആക്കി നമ്മുടെ പോക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുണ്ടായിരുന്നു, മഷൂനും ഷാബിക്കും എനിക്കും ഒക്കെ. അങ്ങനെ എടപ്പള്ളിയിലുള്ള H&Mലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവർക്കൊന്നും കിട്ടില്ല. ഞാൻ ഈ ഒരു ടീഷർട്ട് എടുത്തോട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് വന്നു. കാരണം അവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ കണ്ണിൽ റോളർ ക്രീം ഐസ്ക്രീം കണ്ണിൽ പെട്ടത്. എന്നാ പിന്നെ അതും കൂടെ അങ്ങ് വാങ്ങിച്ച് കഴിച്ചോണ്ട് പോവാന്ന് ഓർത്തോട്ടോ. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ചോണ്ട് നേരെ ഞങ്ങൾ പോയത് മഷൂന് ഷർട്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ കേട്ടുള്ള ഷോപ്പ് എന്ന് പറയുന്നത് ജാക്ക് ആൻഡ് ജോൺസ് ആണ്. അതിൽ ഈ ഒരു ഷർട്ട് ഷാബിന്റെ കണ്ണിലേക്ക് പറ്റും. പിന്നെ ഒന്നും നോക്കിയില്ല, അവനോട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ഷർട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് മഷീനിൽ ഓഫേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്കൊന്നും സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. 3-4 കടയിൽ കയറ്റും നമ്മൾ ഉദ്ദേശിച്ച ഓഫറൊന്നും ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താ നമ്മൾ ആ കാര്യം സ്കിപ്പാക്കി നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ ഓർത്തു. ഇനി നമുക്ക് വേണ്ടത് ഷാബിക്ക് കല്യാണത്തിന്റെ അന്ന് ഇടാൻ വേണ്ടിയുള്ള ജുട്ടീസ് ആണ്. നമ്മൾ ലുലുവിന്റെ അകത്ത് കുറെ ഷോപ്പിൽ നോക്കിയെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഇണങ്ങുന്ന അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ലുലുവിന്റെ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ഒരു ഓപ്പൺ സ്പേസ് നടത്തുന്ന ഷോപ്പാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. അവിടെ ജുട്ടീസ് ഒക്കെ ഒരുപാട് മോഡൽസ് ഉണ്ടെന്നാൽ ഓവർ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ക്വാളിറ്റി വൈസും നല്ല അടിപൊളിയാണ്. അതേപോലെ ഈ ടൈപ്പിൽ വന്ന കുറെ ആക്സസറീസും കാര്യങ്ങളൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ യൂസ് ആക്കാറേ ഇല്ല. കാരണം എനിക്ക് അതിന്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ആവശ്യം വന്നാൽ എന്താ ഞാൻ യൂസ് ആക്കും കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അതിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്നോർത്തിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ നീട്ടി പിടിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റംസ് ആട്ടോ. നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട്. അത് തൊടുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ എന്തോ സ്പ്രിംഗ് ആണെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ കിടന്ന് ആടും. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതുവ കുറെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, നമ്മൾ അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഷാബിന്റെ ജുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവൾ ഇട്ടോണ്ടിരിക്കുന്ന ജുട്ടിയല്ല, ആ ഇടാതെ അവിടെ വെച്ചിരിക്കുന്ന ആ ജുട്ടിയാണ് നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതെല്ലാം നമ്മൾ നേരെ പോയത് വേഫിൾസ് കഴിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സ്ഥിരം നമ്മൾ എപ്പോഴും നിറയ്ക്കാനുള്ള 2 ഫ്ലേവേഴ്സ് തന്നെയാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത്. അങ്ങനെ വേഫിൾസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് റൂമിലേക്ക് പോകണം. അതിന് മുമ്പ് നൈറ്റ് ഫുഡ് കൂടെ ഒന്ന് കഴിച്ചിട്ട് പോകാൻ നോക്കിട്ട്. അപ്പൊ നമ്മൾ അടുത്തുള്ള MRA കയറിയിട്ട് അൽഫാമിന് ഓർഡർ ഒക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് അപ്പൊ ക്ഷീണിച്ച് നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ ഇത് ഡേ 3 ആണ്. നമ്മൾ ഇന്നലെ പോയില്ല കേട്ടോ. കാരണം വെച്ചാൽ നല്ല ലേറ്റ് ആയതുകൊണ്ട് ഇന്നലെ എടുത്ത റൂമിൽ തന്നെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തു. അപ്പൊ ഇന്ന് രാവിലെ ഇൻഷാല്ലാ നമ്മള് വീട്ടിലേക്ക് തിരിക്കും. അപ്പം ഷാബിന്റെ വെഡിങ് ഡ്രസ്സ്, റിസപ്ഷന്റെ ഡ്രസ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ട്രയൽ ചെയ്യാൻ പോണം. എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പൊ ട്രയൽ ചെയ്യാൻ പോണതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അവരിങ്ങനെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് എടുത്തത്. ഓക്കെ, അവളെ എന്നോട് ജോലികളോടെ വന്നത്. നമ്മുടെ ദുവാക്കും പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ദുവാ കാണിച്ചു കൊടുക്കും. ഓക്കെ, നീങ്ങിക്കും കൂടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങുവാണ്. ഏതാണ്ടൊക്കെ തള്ളി മറിച്ചിടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടാ പോണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഷാബിന്റെ കല്യാണ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടിയാണ്. അതിലൊക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് എടപ്പള്ളിയുള്ള ഊട്ടുപുരയെ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ ആക്കാൻ നോക്കാം. അപ്പൊ അവിടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി. അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞപ്പോൾ മഷൂനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണം പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കല്യാണ പെണ്ണായ ഷാബിന്റെ ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ എന്താ നമ്മൾ എന്താണോ വിചാരിച്ചത് അത് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല രസമുണ്ട്. അവരെ ആ വർക്ക്സും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിലും ഈ ഒരു ഫോണിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് ഇതിലും നല്ല ഭംഗിയിലാണ് ആ 2 ഡ്രസ്സ് അവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ നമ്മളെ റെയിൽവേയിലേക്ക് മഷു ആക്കിയിട്ടുണ്ട്. എന്താ ചെയ്യാ, 2 പേർക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. കാരണം അത്രയും രസമായിരുന്നു ഈ ഒരു 3 ദിവസം എന്ന് പറഞ്ഞത്. മാക്സിമം ഞാനും നല്ല രീതിയിൽ ഇവരോട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 3 ദിവസം കഴിയുമ്പോൾ കല്യാണമാണ്. പിന്നെ സ്ഥിരം എപ്പോഴും ഒക്കെ ഒരുമിച്ച് നടക്കാമല്ലോ. അപ്പൊ ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ടാറ്റാ ബൈ.